ആരും ഇല്ലടേ. കാട്ടിലെ പാൽമുഴം തണ്ടിൽ നിന്നും കാട്ടിലെ പാലായി തീർത്തവളെ, കാട്ടിലെ പാൽമുഴം തണ്ടിൽ നിന്നും. വന്ന ഗായകൻ വന്നടേ. എപ്പോ വന്ന്? ഇപ്പൊ അങ്ങോട്ട് വന്ന് കേറിയതേ ഉള്ളൂ. നീ എന്ത് കിടക്കണേ? ഒന്നുമില്ലടി, ആ ട്യൂഷൻ സെന്ററിലും പോയിട്ടേ നമ്മുടെ ഡിജിറ്റൽ സേവാ കേന്ദ്രം ഇല്ലേ, അവിടെയും പോയിട്ട് വന്നപ്പോ ഒന്ന് ക്ഷീണം. നീ കുറച്ച് വെള്ളം എടുത്തുണ്ടോ? ചൂടുവെള്ളം വേണോ തണുത്തുവെള്ളം വേണോ? എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ടോ ആടി, കഴിച്ചേ വായി നിറങ്ങില്ല. നീ എന്ത് കഴിച്ചേ? ആ നമ്മുടെ ഉച്ചേച്ചില്ലേടി, ചേച്ചി ഒരു അരിയുണ്ട വന്ന്. അരിയുണ്ട കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ വെള്ളം കുടിക്കണം അല്ലേ? അപ്പൊ എനിക്ക് ഉച്ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് വന്നൂടായിരുന്ന? അത് ഞാൻ ഓർത്തില്ലടി, കഴിച്ചോണ്ട് ഇറങ്ങി ഇങ്ങ് വന്ന്. നീ കുറച്ച് വെള്ളം എടുത്തോണ്ട് വാടേ. ഹായ്. അയ്യോ അത് വേണ്ട മക്കളെ, നീ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുക ശരിയാവില്ല. ചേട്ടന് കുറച്ച് റെസ്റ്റ് എടുക്കണം. മക്കളെ ചെല്ല്. നീ സംസാരിച്ചില്ലെങ്കിലും ചിലപ്പോ ഞാൻ സംസാരിച്ചു വരും. അതുകൊണ്ട് മക്കളെ ചെല്ല്. ഓ ശരി, ടാറ്റ. ഓ വെള്ളോ? താങ്ക് യു. ഹായ്, എന്ത് നല്ല സീൻ. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് കിടക്കുന്ന ചേട്ടന് ദാഹജലവുമായി വരുന്ന അനിയത്തി. കൊള്ളാം. ചേച്ചി അറിഞ്ഞ് എനിക്കൊരു സാധനം തന്നിട്ടുണ്ടോ? ഞാൻ അറിഞ്ഞൊരു സാധനം തന്നിട്ടുണ്ടെങ്കിൽ അത് അടിയാണ്. അതെനിക്കറിയാം. എന്തായാലും നിന്റെ ഡിജിറ്റൽ സേവാ കേന്ദ്രം വല്ല മെച്ചമുണ്ടോ? കുഴപ്പമില്ലാതൊക്കെ പോണടേ. എന്തായാലും നിന്നെ സമ്മതിക്കണം, എവിടെ പിടിച്ചു കയറാൻ ഇവൻ കണ്ട വേറെ ആളുള്ളൂ. പിന്നല്ലാണ്ട് ഇവൻ പെട്ടെന്ന് എല്ലാവരും വശത്തായി കളയത്തില്ലേ? അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നീ. ഇവളെ ആർക്ക് മേയ്ക്കാനും അടക്കാനും പറ്റില്ല. പക്ഷെ നീ കേശുവിന്റെ അടിമയാണ്. ഞാൻ അണ്ണൻ അൻപക്ക് ഞാൻ അടിമേ അല്ലടാ. അപ്പടി സൊള്ളി കൂടെ തങ്കച്ചി. അല്ല എന്ത് ഇവിടെ കയറി കിടക്കണത്? ചന്ദ്രയുടെ എല്ലാരും വന്നിട്ട് ആൾക്കാൾക്ക് ഇവിടെ കയറി കിടക്കുന്നത്, ഇവിടെ കയറി കിടക്കണെന്ന് ചോദിക്കുന്നേ. ഇവിടെ ഇപ്പൊ അച്ഛനും അമ്മയും ഇല്ലല്ലേ, ഇവിടെ കയറി സ്വത്തോട്ട് കിടന്നുകൂടി. കിടന്ന് പതിവില്ലാത്ത ഒരു കിടത്തം. എന്തേ കണക്കൂട്ടിലൊക്കെ പിഴച്ചു തുടങ്ങിയ കേശുവേ? ചേട്ടാ, ഈ കേശുവിന്റെ കണക്ക് കൂട്ടലുകളൊന്നും അങ്ങനെയൊന്നും പഴക്കൂല. ഇവന്റെ ഷോയും കണ്ടു നമ്മളെന്തിനും ഇവിടെ നിൽക്കണം. നമുക്ക് കിച്ചണിലോട്ട് പോവാ. ഓ ചെല്ലി അല്ലേ, ചിലതിനൊക്കെ കിച്ചൺ തന്നെ നല്ലത്. നീ കുറച്ച് കഴിയുമ്പോ അടുക്കളയിലോട്ട് വരുമല്ലോ, തരാം. ശരി ശിവോ, രണ്ടെണ്ണോ എനിക്കിട്ട് എങ്ങനെ വെക്കാന്ന് ആലോചിച്ചു നടക്കുക കേട്ടാ. നീ പോയി വല്ലയിടത്ത് വെച്ച് പടിയിടി പൊടി, ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ. ഓ അറിഞ്ഞോളൂ, ഒന്നുമില്ല. നാക്കെന്തോ പൊട്ടിയെന്ന് തോന്നി. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഞാൻ സത്യം പറഞ്ഞ കുറച്ച് മീൻ വാങ്ങണമെന്ന് വിചാരിച്ചതാ. പക്ഷെ കേറി കിടന്നപ്പോ മറന്നുപോയി. നന്നായി, ഇല്ലെങ്കിൽ മെനക്കേടായനെ. അതെ, മെനക്കേടും ആയതിന് രുചി ഉണ്ടായിട്ടുണ്ടാവില്ല. ഓഹോ, അതിന്റെ ഇടയിൽ കൂടെ എനിക്ക് താങ്ങുന്ന അറിയാതെ തമാശക്ക് പറഞ്ഞു. ചേട്ടൻ, ഞാൻ ഒരു ഐഡിയ പറയട്ടെ. എന്ത്? നമുക്കേ പടവലത്ത് പോയാലോ? പടവലത്താ? ആ, എന്തായാലും അച്ഛനും അമ്മയും വരാൻ 2 ദിവസം എടുക്കൂലേ, അപ്പൊ നമുക്ക് പടവലത്ത് പോവാം. എന്നിട്ട് അവര് വരുമ്പോ നമുക്ക് തിരിച്ചു വരാം. ആ സംഭവം ഐഡിയ കൊള്ളാം. പക്ഷെ അവിടുന്ന് ഓഫീസിൽ പോകണ്ടേന്ന്. പോണം. ഒരു ദിവസം ചേട്ടാ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തു പോ. അടുത്ത ദിവസം പോണ്ട, ലീവ് എടുക്ക്. അഡ്ജസ്റ്റ് ചെയ്താ പൊളിക്കല്ലേ? ആ പൊളിക്കും. അടിപൊളി. ഞാൻ പോയി കേശുവിനെ ശിവചേച്ചിയെ വിളിക്കാം. ആ ചെല്ല്. നമുക്ക് അമ്മൂമ്മനെ കൊണ്ടേ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കിപ്പിക്കാം. പൊളിയായിരിക്കും അല്ലേ? ഓഫീസിലെ കാര്യം ആലോചിക്കുമ്പോഴാണ്. പക്ഷെ ഇത് ആലോചിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. നമുക്ക് ഈ പ്ലാൻ ഇപ്പൊ വർക്ക്ഔട്ട് ചെയ്യാവുന്നേ. ഞാൻ പറയട്ടെ, 4 മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാല് 1 മണിക്കൂർ യാത്ര. ഒരു 5-5:30 ആകുമ്പോഴത്തേക്കും അവിടെ എത്തുമല്ലോ. പിന്നെന്താ പ്രശ്നം? അതൊന്നും വിഷയമില്ല. ഒരു കാര്യം ചെയ്യാം, സുരേഷ് എന്നെ വിളിച്ചൊരു കാര്യം അവതരിപ്പിക്കാം. പുള്ളിക്കാരൻ എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യണം. വിളിച്ചു പറഞ്ഞാൽ മനസ്സിലാവും. എന്നാ വിളിച്ചു പറ. എന്താണ് ഇവിടെ ചർച്ച? ഇവളെ പറയായിരുന്നു നമുക്ക് എല്ലാവർക്കും കൂടി പടവലത്ത് പോയാലോന്ന്. പടവലത്താ? യെസ്, പോയാലേ? എനിക്കൊക്കെയാണ്, ഞാൻ റെഡിയാ. ഞാൻ എപ്പോഴേ റെഡി. പക്ഷെ അച്ഛനും അമ്മയും സമ്മതിക്കോ? അതൊരു ചെറിയ പ്രശ്നമുണ്ട് ചേച്ചി. നമ്മള് പാറൂരെയും കൊണ്ടല്ലേ പോണേ. ഇവള് ആറ്റിന്റെ കാര്യമെങ്ങാനും പോയാലോ എന്ന് വെച്ചാൽ ചിലപ്പോ സമ്മതിക്കില്ല. ഓ, അത് ഉറപ്പായിട്ടുള്ള കാര്യം കേട്ടാ. ഇവള് നമ്മളെ കണ്ണുപൊട്ടിച്ച് മിക്കവാറും ആറ്റുകാരെ പോവാൻ ചാൻസ് ഉണ്ട്. ഇല്ല, ഞാൻ പോവില്ല.
നിങ്ങൾ പറയുന്ന അനുസരിച്ചോളാം. പാർവേ നിന്റെ സ്വഭാവം ഞങ്ങൾക്ക് അറിയാൻ പാടില്ലേ. ഇവളിപ്പൊ ഇതൊക്കെ പറയും, എന്നിട്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് ആദ്യം ഓടുന്ന ആ പുഴയുടെ അങ്ങോട്ടായിരിക്കും. ഇവളുടെ കാര്യം ആലോചിക്കുമ്പോ യാത്ര ക്യാൻസൽ ചെയ്തോന്ന് ആലോചിക്കാണ്. കണ്ടാ വെറുതെ കൊതിപ്പിച്ചു. പേടിച്ചിട്ട് നിന്നെ പേടിച്ചിട്ടാ. ഞാനൊരു പ്രശ്നം ഉണ്ടാക്കൂല. ചേട്ടാ ഒരു കാര്യം ചെയ്യ്, അമ്മ വിളിച്ചിട്ട് പറ നമുക്ക് എല്ലാവർക്കും അപ്പൂപ്പനെ മുന്നേയും കാണാൻ കൊതിയാവണ്, കുറെ നാളായില്ലെന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് സോപ്പിടും, നമ്മൾ സമ്മതിക്കും. സമ്മതിച്ചില്ലെങ്കിൽ ഞാനിവിടെ കിടന്ന് കരയെന്നും പറഞ്ഞാ മതി. ഐഡിയ ആണല്ലോ പാറു. അല്ല എങ്ങനെ പോകാനാണ് പ്ലാൻ? ഓട്ടോയില്. ഓട്ടോ ഇല്ല? എന്തേ ഓട്ടോയില് പോകാൻ പറ്റൂലേ? അല്ല ഭയങ്കര ഫണ്ടാവൂലേ? അത് നമ്മൾ ഷെയർ ഇടുമല്ലോ. ഞാൻ പോയി ഉടുപ്പൊക്കെ എടുത്ത് വെക്കട്ടെ. എന്തിന്? ഒരിടത്ത് പോവാൻ. ആഹാ, അതിന്റെ ഇടയിൽ നീ അതൊക്കെ ചിന്തിച്ചാ? പിന്നെ ചിന്തിക്കണ്ടേ? ആഞ്ഞ ബുദ്ധിയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അമ്മയെ വിളിച്ച് കാര്യം അവതരിപ്പിക്കാം അല്ലേ? ചേട്ടോ നമ്മൾ ചെല്ലുന്ന കാര്യം പടവലത്ത് അറിയാൻ പാടില്ല, പക്കാ സസ്പെൻസ് ആയിരിക്കണം. അമ്മ വിളിച്ചു പറഞ്ഞാലോ? നമുക്ക് അമ്മയടുത്ത് പറയാൻ പടവലത്ത് വിളിച്ച് പറയില്ലേന്ന്. ദാ കണ്ടാ അരിയുടെ കട്ടിലേ കിടന്ന്. കട്ടിലാ? ആ അതങ്ങനെ കട്ടിലേ വന്ന്? ഓ ഞാനേ ഉഷ ചേച്ചി എനിക്ക് 2 അരിയുണ്ട തന്നായിരുന്നേ. ഒരെണ്ണം ഞാൻ അവിടെ വെച്ച് തന്നെ കഴിച്ച്, പിന്നെ ഒരെണ്ണം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ മടിക്കെട്ടി വെച്ചിരുന്ന് അത് അങ്ങനെ കട്ടിൽ വീണായിരിക്കും. മക്കള് കഴിച്ചോടാ. ഒറ്റയ്ക്ക് നിന്നെ ഇരിക്കുവായിരുന്നല്ലേ? ഒറ്റയ്ക്ക് തിന്നാനാണെങ്കിൽ ഞാൻ അവിടുന്ന് കഴിച്ചിട്ട് വരത്തില്ലായിരുന്നോ? ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കൊണ്ടുവന്നല്ലേ. ഇനിയിപ്പോ എന്തായാലും അത് വിട്. നമ്മൾ എന്ത് പറഞ്ഞ് പടവലത്ത് പോണ കാര്യം, അത് ഓട്ടോയുടെ കാശൊക്കെ അത് നമുക്ക് ചർച്ച ചെയ്യാം. നീ അങ്ങനെ ഇപ്പൊ വന്നേ വാടേ ഇവിടെ കാര്യം സംസാരിക്കണ്ടേ? അവര് ചർച്ച ചെയ്തോളൂ, നമുക്ക് വഴിയേ വരാം. ഞാൻ പോരാൻ കേട്ടോ. പോയിട്ടാടാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, സംഭവം സെറ്റാക്കട്ടെ. അമ്മേനെ വിളിച്ചു പറ. ഓ